ആ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 2 മാങ്ങ എടുത്ത് ചെത്തി കട്ട് ചെയ്ത് കൊണ്ടുവരാം. മാങ്ങ ചെത്തി എടുത്തിട്ടുണ്ട്. കുറച്ച് ചവ്വരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ബൗളിലോട്ട് ഇടുകയാണ്. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുകയാണ്. കുതിർന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. 2 മണിക്കൂർ കുതിർക്കാൻ വെച്ചേക്കുക. കുതിർന്നതിന് ശേഷം നമുക്കത് എടുക്കാം. ചവ്വരി കുതിർത്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല കണക്ക് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് കഴുകി ഒരു പാത്രത്തിലോട്ട് മാറ്റി വേവിച്ചെടുക്കാം. പാത്രത്തിലോട്ട് ഇടുകയാണ്. നമുക്കിനി അത് വേവിച്ച് എടുക്കാം. ഇതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനായിട്ട് 1 കപ്പ് വെള്ളം എടുത്ത് ഒഴിക്കുകയാണ്. ഇനി അടുപ്പത്തോട്ട് വയ്ക്കാം. നല്ല കണക്ക് വേവിച്ചെടുക്കാം. നമുക്കിനി ചവ്വരി നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നല്ല രീതിക്ക് വെന്തിട്ടുണ്ട്. ഇനി വാങ്ങി വെക്കാം. ചവ്വരി അരിപ്പിലേക്ക് മാറ്റുകയാണ്. ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കുകയാണ്. ഇതിൻ്റെ പശ വിടാൻ വേണ്ടിയിട്ട്, ഒന്നൊന്നായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതേപോലെ കിട്ടണം. ഒറ്റ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അതായത് ഒറ്റ കിട്ടാൻ വേണ്ടിയിട്ട് കഴുകി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട്. ജ്യൂസിനായിട്ടുള്ള ചേരുവകൾ കട്ട് ചെയ്തത് ജാറിലോട്ട് ഇടുകയാണ്. ആദ്യം നമുക്ക് മാങ്ങ ഇടാം ജാറിലോട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാലൊഴിക്കാം. 1 കപ്പ് പാല് ഐസാക്കി എടുത്തത് ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കാം. കുറച്ച് ആവശ്യത്തിന് ഇട്ടാൽ മതി. ഏലക്ക തൊലി കളഞ്ഞത് കുറച്ചെടുത്തിട്ടുണ്ട്, ഇട്ട് കൊടുക്കാം. മിക്സിയിലോട്ട് വെച്ച് അടിച്ചെടുത്തോണ്ട് വരാം. ജ്യൂസ് അടിച്ചെടുത്തോട്ട് വന്നിട്ടുണ്ട്. ബൗളിലോട്ട് ഒഴിക്കാം. ഈ രീതിക്ക് വേണം അടിച്ചെടുക്കാൻ. കൂടുതൽ ലൂസാവാൻ പാടില്ല. ഇതേ രീതിക്ക് വേണം അടിച്ചെടുക്കാൻ. വേവിച്ച് വെച്ച ചവ്വരി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് ഇളക്കി എടുക്കാം. ജ്യൂസ് ഗ്ലാസ്സിലോട്ട് സർവ് ചെയ്യാം. നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ മാങ്ങ ജ്യൂസ് എല്ലാവരും ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കി കഴിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.